മദ്യമല്ല, മനസ്സാണ് ചീത്ത. എല്ലാവരും മദ്യത്തെ പറ്റി കുഴപ്പം പറയുന്ന ആൾക്കാരുണ്ട്, സമരം നടന്ന ആൾക്കാരുണ്ട്. എന്നിട്ടും അവരുടെ മനസ്സ് നന്നായിട്ടില്ലെങ്കിലോ? ലക്ഷോപലക്ഷം ആൾക്കാർ ഇത് മേടിച്ചിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, പക്ഷെ റിസൾട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളത് അനുഭവം. ശ്രീപുത്രൻ മുതൽ ശ്രീനാരായണ ഗുരു വരെ 100 കണക്കിന് പരീക്ഷകൾ അഡ്വൈസ് നൽകിയിട്ടുണ്ട്, പക്ഷെ റിസീവ് ചെയ്തിട്ടില്ല. സ്വത്തല്ല സ്വസ്ഥതയാണ് പ്രധാനം. ഇങ്ങനെ ചിന്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നൊരു മനുഷ്യൻ കുറുപ്പത്തിൽ ഉണ്ട്, കുട്ടപ്പച്ചേട്ടൻ എന്ന് പറയും. പ്രിയമുള്ളവരെ, ഞാൻ BT ജോർജ്. തൊഴിൽ ആയുധ വ്യാപാരം. ആയുധം എന്ന പദം കൊണ്ട് ഉപേക്ഷിക്കുന്നത് കൃഷി, ആരോഗ്യം, പരിസ്ഥിതി, അഴിമതി തുടങ്ങിയ സാമൂഹിക പ്രശ്നങ്ങൾക്കുള്ള കാരണവും പരിഹാരവും നിർദ്ദേശിക്കുന്ന പുസ്തകങ്ങൾ, പത്രമാസികകൾ ഏതാണ്ട് 20-25 വർഷങ്ങളായിട്ട് രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ലക്ഷോപലക്ഷം ആൾക്കാർ ഇത് മേടിച്ചിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, പക്ഷെ റിസൾട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളത് അനുഭവം. നൂറ്റാണ്ടുകളായി കോടിക്കണക്കിന് മനുഷ്യരുടെ മനസ്സിൽ അത് പദങ്ങളാണ്. ലോക സമസ്ത സുഖിനോ ഭവന്തു. ഇന്നും സുഖം അനുഭവിക്കുന്നത് വളരെ കുറവാണെന്നുള്ള യാഥാർത്ഥ്യം. അതിൻ്റെ ഒരു മോഡിഫിക്കേഷനാണ് ആർട്ട് ഓഫ് ലിവിങ് ഈസ് അവോയ്ഡൻസ് ഓഫ് പെയിൻ. പെയിൻ ഗോയിങ് ഓൺ ഇൻക്രീസിങ് ഡേ ബൈ ഡേ. വൈ? കോമൺ സെൻസ് ഈസ് അൺകോമൺ. എങ്ങനെ ലക്ഷ്യത്തിലെത്താം? ലക്ഷ്യത്തിലെത്താൻ ലക്ഷ്യങ്ങൾ വേണ്ട ഉന്നമതി, ശരിയായ ചിന്ത, ഭക്ഷണം, വിശ്വാസം, ആചരണം, പ്രചരണം എന്നീ പഞ്ചശീലങ്ങളുടെ ലക്ഷ്യത്തിലെത്താമെന്നുള്ള ഗ്രൗണ്ട് റിയാലിറ്റി. എന്നാൽ എന്തുകൊണ്ട് ലക്ഷ്യത്തിലെത്തുന്നില്ല? ചക്കയും മാങ്ങയും തേങ്ങയും താഴേക്ക് വീഴുന്ന എല്ലാവരും കാണുന്നുണ്ട്. അതിന്റെ കാരണത്തെപ്പറ്റി ആരും ചിന്തിക്കാറില്ല, ഉത്തരം കണ്ടെത്തിയിട്ടുമില്ല. ഐസക് ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണപ്പോൾ അദ്ദേഹം ചിന്തിച്ചു, അദ്ദേഹം അതിന്റെ അടിസ്ഥാന കാരണം കണ്ടെത്തി. അതാണ് ഗ്രാവിറ്റേഷൻ തിയറി. അതുപോലെ തന്നെ എന്തുകൊണ്ട് ഈ പ്രശ്നങ്ങൾ കൂടുന്നു എന്നുള്ളതിനെ പറ്റി മനഃശാസ്ത്രജ്ഞന്മാർ ഗവേഷണം നടത്തിയിട്ടുണ്ട്. ഉപബോധ മനസ്സിന്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്താൽ എല്ലാം ശരിയാകുമെന്നാണ് അവരുടെ എല്ലാവരുടെയും നിഗമനം. ഉപബോധ മനസ്സിന്റെ ക്വാളിറ്റി എന്തുകൊണ്ട് ശരിയാകുന്നില്ല? ജോസഫ് മർഫിയെ പോലുള്ള പ്രസിദ്ധരുടെ പുസ്തകങ്ങൾ ലോകമെമ്പാടും കോടാനുകോടി ആൾക്കാർ വായിച്ചിട്ടുണ്ട്, എന്നിട്ട് റിസൾട്ട് ഉണ്ടായിട്ടില്ല. മതഗ്രന്ഥങ്ങളായി ബൈബിളും ഖുറാനും ഗീതയും വായിക്കാത്തവർ തീരെ കുറവായിരിക്കാം, എന്നിട്ട് റിസൾട്ട് ഉണ്ടായിട്ടില്ല. എന്താണ് അതിന്റെ ആത്യന്തികമായ റിസൾട്ട്? ഗ്ലോബൽ വാർമിംഗ് ആൻഡ് എവരിബഡി ബെനിഫിറ്റ്സ് ഫ്രം എക്സ്പേർട്സ് അഡ്വൈസ്. ശ്രീപുത്രൻ മുതൽ ശ്രീനാരായണ ഗുരു വരെ 100 കണക്കിന് പരീക്ഷകൾ അഡ്വൈസ് നൽകിയിട്ടുണ്ട്, പക്ഷെ റിസീവ് ചെയ്തിട്ടില്ല. തിരുവനന്തപുരം സ്വദേശിയായ ഗ്രേഷ്യസ് ആഗോളതാപനത്തെ പറ്റിയും കാലാവസ്ഥ വ്യതിയാനത്തെ പറ്റിയും കാരണത്തെപ്പറ്റി അടിസ്ഥാനപരമായി നല്ല പുസ്തകം ഇറക്കിയിട്ടുണ്ട്. അത് കുറേ ആൾക്കാർ വായിച്ചു, പക്ഷെ പ്രശ്നം കൂടിയിട്ടുള്ളൂ, പറഞ്ഞിട്ടുമില്ല. അതിന്റെ തീര് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടന്റ്മെന്റ് ആൻഡ് കണ്ടംപ്ലേഷൻ ഈസ് ദി സൊല്യൂഷൻ. പഴയ ഋഷിമാർക്കും സന്യാസിമാർക്കും ഈ ക്വാളിറ്റി ഉണ്ടായിരുന്നു. അവർക്ക് കൃത്യമായിട്ട് ദർശനം ഉണ്ടായിരുന്നു. അവർ ആൾക്കാരുടെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്, പക്ഷെ റിസീവ് ചെയ്തിട്ടില്ല. എന്തുകൊണ്ട് റിസീവ് ചെയ്തുള്ള ചോദ്യത്തിനാണ് നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടത്. ബോധ മനസ്സിനും ഉപബോധ മനസ്സിനും ഇടയിൽ ഒരു മെമ്പറൈൻ ഉണ്ട്, ത്രിദോഷങ്ങളാൽ നിർമ്മിതം. 2 ത്രിദോഷങ്ങൾ. ഒന്ന് അജ്ഞത, ആർത്തി, സ്വാർത്ഥത. രണ്ടാമത്തെ ത്രിദോഷം മതം, മദ്യം, മത്സരം. ഈ ത്രിദോഷങ്ങളാൽ നിർമ്മിതമായ ഈ മെമ്പറൈൻ ഡയമണ്ട് നെക്സ് ഹാർഡാണ്, അത് മുറിക്കാൻ എളുപ്പമല്ല. അത് മുറിച്ചാലേ ആശയങ്ങൾ ഉപബോധ മനസ്സിലേക്ക് കയറുകയുള്ളൂ. ചിന്തയുടെ വിത്ത് ബോധ മനസ്സിൽ മുളച്ച് അതിന്റെ വേര് ഉപബോധ മനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ ആക്ഷൻ ഉണ്ടാവുള്ളൂ. ഇറ്റ് ഈസ് നോട്ട് ഈസി പ്രോസസ് അല്ല. ഇറ്റ് ടേക്സ് ലോട്ട് ഓഫ് ടൈം ആൻഡ് എഫേർട്ട്. അതിനാവശ്യമായിട്ടുള്ള മനഃശക്തി വേണം. എവരിബഡി ഓൾ ആർ റണ്ണിങ് ബിഹൈൻഡ് മണി ആൻഡ് മണി ഓറിയന്റഡ് മൈൻഡ് മേക്ക് ഓൺലി മിസ്റ്റേക്സ്. നമുക്കറിയാം ഏറ്റവും വലിയ ജീവിയാണ് ആന. ആനയേക്കാൾ ജീവിതം ആസ്വദിക്കുന്ന ആരാണ്? ആകാശത്ത് പാറി പറക്കുന്ന ചെമ്പരുന്ത്. അതിന് ഭാരമില്ല, അതിന് ഭക്ഷണം കുറവ്, എവിടെയും പറക്കാം. ആനയുടെ അവസ്ഥ നേരെ മറിച്ച സമ്പത്തുള്ള അവരുടെ അവസ്ഥ ഇത് തന്നെയാണ്. ബൈബിൾ ഇതിന് ഉപോത്ഭവമായിട്ട് നല്ലൊരു വാക്യം എഴുതി വെച്ചിട്ടുണ്ട്. ദി മൊമെന്റ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഇസ് അഷ്വേർഡ്, സ്പിരിച്വൽ ബാങ്ക്രപ്സി ഈസ് ഓൾസോ അഷ്വേർഡ്. പതിറ്റാണ്ടുകളോളം ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇതിന്റെ പൊരുൾ മനസ്സിലായിട്ടില്ല. മനസ്സിലാക്കുന്നതിന്റെ അടിസ്ഥാന കാരണം ഇത് മാത്രമേ ഉള്ളൂ. ഇവർക്ക് എന്നല്ല, എല്ലാ മനുഷ്യർക്കും ബാധകമായ കാര്യമാണിത്. അതിന് മനഃശക്തി വേണം. സൂചിയും നൂലും കോർക്കാൻ ഇരിക്കണം. ഓടുന്ന മനുഷ്യർക്ക് കഴിയില്ല. എല്ലാവരും പണത്തിന്റെ പുറകെ ഓടുകയാണ്, അതുകൊണ്ടാണ് കോർക്കാൻ കഴിയാത്തത്. മദ്യമല്ല, മനസ്സാണ് ചീത്ത. എല്ലാവരും മദ്യത്തെ പറ്റി കുഴപ്പം പറയുന്ന ആൾക്കാരുണ്ട്, സമരം നടന്ന ആൾക്കാരുണ്ട്, എന്നിട്ടും അവരുടെ മനസ്സ് നന്നായിട്ടില്ലെങ്കിലോ? ഒരു യാന്ത്രിക ലൈഫിലേക്ക് എല്ലാവരും എത്തിക്കഴിഞ്ഞു. സ്വത്തല്ല സ്വസ്ഥതയാണ് പ്രധാനം. ഇങ്ങനെ ചിന്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ കുറുപ്പത്തിൽ ഉണ്ട്, കുട്ടപ്പച്ചേട്ടൻ എന്ന് പറയും.
4ാം ക്ലാസ് പഠിത്തമുള്ളൂ. അദ്ദേഹം അങ്ങനെ ചിന്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ. അങ്ങനെ ചുരുക്കം ചില ആൾക്കാരേ ഉള്ളൂ. പണമല്ല പരിജ്ഞാനമുള്ള ഒരു പരിഹാരം. പണമുള്ളവർക്ക് പരിജ്ഞാനം കുറവ്. കാരണം ഒരു വാതിൽ തുറക്കുമ്പോൾ മറ്റൊന്ന് അടയും. ലക്ഷ്മി ദേവിയും സരസ്വതി ദേവിയും ഒരിടത്ത് ഒരേ മനസ്സിൽ കൊടിയേറുകയില്ല. സമ്പത്തുള്ളവർക്ക് താരതമ്യേന വിജ്ഞാനത്തോട് ആർത്തി തീരെ കുറവായിരിക്കും. വിദ്യയോട് ആർത്തി, വിത്തത്തോടെ വിരക്തി, ചരാചരങ്ങളുടെ ഭക്തി, ഇവയേവം ഉത്തമ ചിത്ത ലക്ഷണം. അതില്ലാത്തതുകൊണ്ടാണ് ആഗോളതാപനം പോലെ പ്രശ്നങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നത്. ലോകരാഷ്ട്രങ്ങൾ പലപ്പോഴും ഇതിന് സമ്മിറ്റ് നടത്തിയിട്ടുണ്ട്, പ്രശ്നം കുറഞ്ഞിട്ടില്ല. ഗ്ലോബൽ കാർബൺ എമിഷൻ എവിടെ നിന്നുണ്ടാകുന്നു? വളരുന്ന വൻ വ്യവസായങ്ങൾ, അതുപോലെ തന്നെ വ്യാപകമായ തോതിലുള്ള നശീകരണം, വന നശീകരണം, സംതൃപ്തി സംരക്ഷണം കൂടിയാണെന്ന് ചിന്തിക്കുന്നവരും ആരുമില്ല. കക്കുംതോറും നശിക്കും, നശിക്കുന്തോറും കക്കും എന്ന് പറഞ്ഞ പോലെ പണം കൂടുന്തോറും ആർത്തി കൂടും, ആർത്തി കൂടുന്തോറും പണവും കൂടും. ഒരാൾക്ക് കുടിക്കാൻ എത്ര വെള്ളം വേണം? ദാഹം തീരുവോളും. ഡ്രം കണക്കിന് വെള്ളമുള്ളവർ പിന്നെ അത് വീണ്ടും വീണ്ടും ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ്. പണത്തിന്റെ കാര്യം അത് തന്നെ. It is a savage people enjoys life fully as their desires are limited. ബുദ്ധൻ പറഞ്ഞത് തന്നെയാ, ഡിസയർലെസ് സ്റ്റേറ്റ് ഓഫ് ദി മൈൻഡ് ഇസ് ദി ഹാപ്പിയസ്റ്റ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. അത് സാധിക്കില്ല സാധാരണ ആൾക്കാർക്ക്. അതിന് വേദാന്തര മഹർഷി മോഡിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്, മോറലൈസേഷൻ ഓഫ് ഡിസയർ. അതും നടന്നിട്ടില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഇന്നിപ്പോ ഒരു വീട്ടിൽ 2-3 വണ്ടിയും 2-3 നിലകൾ വീടും, താമസിക്കാനോ 2-3 ആൾക്കാരും, ഉള്ളവരെ വിദേശത്തേക്കും പറക്കുന്നു. ഗോഡ് ആൻഡ് ഗോൾഡ്, അതുകൊണ്ട് ഗുണോ ദോഷമോ? അതിനുവേണ്ടി ചെലവഴിക്കപ്പെടുന്ന എമൗണ്ട് നിസ്സാരമല്ല, കോടാനുകോടി രൂപ. ബന്ധുക്കോസ് വിഭാഗക്കാർക്ക് ഗോൾഡിനോട് അലർജിയാ, അവർക്ക് അതിലായിട്ട് ഒരു മനോവിഷമവും ഇല്ല. എന്നാൽ അവരെ കണ്ടു പഠിക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ? അതുമില്ല. മനുഷ്യന്റെ ആരോഗ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നതാണ് ശുദ്ധ വായു, ഓക്സിജൻ. ആ ഓക്സിജന് തടസ്സപ്പെടുന്ന രീതിയിൽ വസ്ത്രധാരണം നടത്തുന്ന രീതിയിൽ മനുഷ്യ മനസ്സ് വികലവും വികൃതമാക്കി തീർന്നു. അതിന്റെ അളവ് കുറയുന്നുള്ള യാഥാർത്ഥ്യം. പക്ഷേ ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കാനുള്ള ത്വരയില്ല. എല്ലാവരും കുറയുന്ന സ്വഭാവമാണ്. ഒരാളൊരു പൊട്ടത്തരം കാണിച്ചു കഴിഞ്ഞാൽ അത് അനുകരിക്കുന്ന രീതി. അതുകൊണ്ടാണ് ഒരു ഇപ്പോഴത്തെ ആൾക്കാർ ശരീരം നോക്കിയുള്ളൂ, നിറയെ സ്വർണ്ണാഭരണങ്ങൾ, കാലിൽ വരെ ക്യൂടെക്സ്. വസ്ത്രരീതി കണ്ടാൽ തന്നെ അറിയാം. നിങ്ങൾക്ക് നമുക്ക് നാമേ പണിവതും നാദം നരകവും അതുപോലെ. എല്ലാവരും കസ്റ്റമേഴ്സ് ആർ കിങ്. രാജാവായ ഉപഭോക്താവിന് ബുദ്ധിയില്ലെങ്കിലും ആർത്തിയുണ്ട്, ഭക്തിയുണ്ടെങ്കിലും മുക്തിയില്ല. എല്ലാവരും ഇരകളാണ്. ഇരകളുടെ വിവരക്കേട് മാറിയാൽ സത്യം ശിവം സുന്ദരം. ഇതിനൊക്കെ പരിഹാരം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ടത്, ടു വിൻ ആൻഡ് എൻജോയ് റീപ്ലേസ് മണി വിത്ത് ഹണി. ഹണി, തേനീച്ചയുടെ ഹണിയുണ്ട്, ആശയങ്ങളുടെ ഹണിയുണ്ട്. താല്പര്യമുള്ളവർ ഇതിനു വേണ്ടിയിട്ട് 1000 ഗുണിതങ്ങൾ മുടക്കിയാൽ മതി. 1000 മുടക്കുന്നവർക്ക് 30% ഇൻസെന്റീവ് കൂടി ഇതിന്റെ ഉൽപ്പന്നങ്ങൾ കിട്ടും. ഇതില് ശിവദാസ് എന്ന വ്യക്തി ഇടുക്കി സ്വദേശിയാണ്. ഹണി ബ്രീഡിംഗ് ആണ് തൊഴിൽ. ടൺ കണക്കിന് സ്റ്റോക്ക് എല്ലാ വർഷവും അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ജെയിംസ് ജോസഫ് ജൈവ കർഷകനാണ്. നാടൻ പശുവിന്റെ ചാണകവും മൂത്രം ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നു. അദ്ദേഹത്തെ കണ്ട് അനുകരിക്കുന്നവർ വളരെ കുറവ്. കാരണം എക്കാലത്തും പീപ്പിൾ ആർ സെൽഫ് സെന്റേഡ്, ഇല്ലോജിക്കൽ ആൻഡ് അൺറീസണബിൾ. അല്പം ഡൈവേർഷൻ നടത്തിയാൽ മതി. നടത്താനുള്ള വഴിയെന്ത്? സംഗീതത്തിന് സപ്തസ്വരങ്ങള്, നിറത്തിന് സപ്തവർണ്ണങ്ങള്, സൈക്കിക് പവറിന് സപ്തഘടകങ്ങള്. ഈ സപ്തഘടകങ്ങളിൽ 4 പ്രമുഖമായിട്ടുള്ളത്. ഒന്ന് ജനറ്റിക്കൽ ക്വാളിറ്റി. ജനറ്റിക്കൽ ക്വാളിറ്റി അത് നാടൻ ഭാഷ പറഞ്ഞാൽ ജാത്യാലുള്ളത് തൂത്താൽ പോകില്ല. ജാത്യാൽ നന്മയുള്ള ആൾക്കാർ ജീവിതാവസാനം വരെ നന്മ ചെയ്തുകൊണ്ടേയിരിക്കും. ആ നന്മ ചെയ്തതിന്റെ ഫലമായി കർഷകர்கள் ഉണ്ടായാൽ തന്നെയും ജാത്യാൽ ദുഷ്ടന്മാരുടെ ആൾക്കാർ ജീവിതാവസാനം വരെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയുള്ളൂ. അവരെ വർഷങ്ങളോളം ജയിലിൽ പിടിച്ചിട്ടാലും പുറത്തിറങ്ങി കഴിയുമ്പോൾ പിന്നെ അതിനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അവരുടെ ജനറ്റിക്കൽ ക്വാളിറ്റി മാറില്ല. അടുത്ത പ്രധാന ഘടകമാണ് ഫിസിക്കൽ ടെമ്പറേച്ചർ. എന്ന് വെച്ചാൽ ഒരാളുടെ ഭൗതിക ബാക്ക്ഗ്രൗണ്ട്. ഔഷധ ചെടികൾ വളരുന്നത് നിശ്ചിതമായ ടെമ്പറേച്ചറിൽ മാത്രമേ ഉള്ളൂ. ടെമ്പറേച്ചർ കൂടിയാലും കുറഞ്ഞാലും അത് വളരില്ല. മനുഷ്യ മനസ്സിൽ നന്മയുടെ വിത്ത് വളരുന്നത് അതുപോലെ തന്നെയാണ്. പണം കൂടുതലുള്ള ആളുടെ മനസ്സിൽ അവരുടെ ടെമ്പറേച്ചർ വളരെ കൂടുതലായിരിക്കും. അവരുടെ മനസ്സിൽ നന്മയുടെ വിത്ത് മുളയ്ക്കാൻ വളരെ സാധ്യത കുറവാണ്. ഇന്ന് കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ തന്നെയാണ്. തീരെ കുറഞ്ഞാലും അത് തന്നെ. രണ്ടാമത്തെ ഘടകമാണ് ഇംപ്രിൻസ് ഓഫ് എക്സ്പീരിയൻസസ്, അനുഭവജ്ഞാനം. വലിയ വീടുകൾ ജനിച്ചു വളർന്ന കുട്ടികൾക്ക് ഇംപ്രിൻസ് ഓഫ് എക്സ്പീരിയൻസ് വ്യത്യസ്തമാണ്.
അത് താരതമ്യേന ക്വാളിറ്റി കൂടുതലല്ല, കുറവായിരിക്കുകയും ചെയ്യും. പണ്ട് കാലത്ത് സാധാരണ വീടുകളിലെ കുട്ടികളൊക്കെ മുറ്റത്ത് ഓടിക്കളിക്കും, ചെരുപ്പ് മേടിക്കാൻ പൈസ ഇല്ലാത്തൊരു ചെരുപ്പുമില്ല. അങ്ങനെ വളർന്നു വരുന്ന കുട്ടികൾക്ക് ബോഡിക്ക് ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാവും. ഇപ്പോൾ നഗരത്തിലെ കുട്ടികൾക്ക് ജനിച്ചതിന് ശേഷം കാലും മണ്ണിൽ തൊട്ടിട്ടേ ഇല്ല. മണ്ണും കാലും ശരീരത്തിനുള്ള ബന്ധം വളരെ വലുതാണ്. കൃഷിക്കാര് മണ്ണുമായിട്ട് മണ്ണടിക്കുന്നതുകൊണ്ട് അവർക്ക് പ്രകൃതിയുമായിട്ട് ആത്മബന്ധമുണ്ട്, പ്രകൃതി ജീവജാലങ്ങളുമായിട്ട്. കൃഷിയിടങ്ങൾ നശിച്ചു, കലകൾ കാപട്യം പൂണ്ടു, അഹന്തയാൽ അന്ധത പെരുകി ആർക്കും ഒരു ആശ്വാസമില്ലാതായി. പണ്ട് കൃഷി ഉത്തമവും സേവനം നീചം. ഇന്ന് കാര്യങ്ങൾ നേരെ റിവേഴ്സ് ചെയ്യപ്പെട്ടു. അതുകൊണ്ടാണ് അന്യചിന്ത അശേഷമില്ലാതെ പോയിരിക്കുന്നത്. ഉള്ളവന് ധാരാളം, ഇല്ലാത്തതിന് ഗതികേടും. അവര് തൂങ്ങിയും മുങ്ങിയും ചത്താലും ആർക്കും ഒരു വിഷയമേ അല്ല. ബന്ധുവാര് ശത്രുവാര് പക്ഷിപ്രധാനികൾ കൃത്യമായിട്ട് അറിയാം. ഇന്ദ്രിയം ഘ്രാണശക്തി മുഖേന അത് തിരിച്ചറിയും. മനുഷ്യന് ആ ശക്തിയില്ല. അവനെന്നിട്ട് വെട്ടിവിഴുങ്ങുന്ന അശുദ്ധ ഭക്ഷണവും അനാവശ്യ ഭക്ഷണവും വെട്ടിവിഴുങ്ങി രോഗികളായി ആശുപത്രി കൊടുക്കാൻ വിരോധമില്ല. ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പിതാവായ ഹിപ്പോക്രാറ്റസ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കൃത്യമായിട്ട് എഴുതി, നിന്റെ ഭക്ഷണം തന്നെ മരുന്ന്, മരുന്ന് തന്നെ ഭക്ഷണം. ഈ തിയറി കേരളത്തിലെ പ്രകൃതി ചികിത്സാ വിദഗ്ധര് ധാരാളം പ്രസംഗിക്കാറുണ്ട്. പക്ഷെ അനുവർത്തിക്കുന്നവർ വളരെ കുറവും. E=mc². ആറ്റം ബോംബിന്റെ തിയറി അതാ. അത് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞർ ഒത്തിരി തലവഞ്ച അത് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞരെ കൃത്യമായിട്ട് അറിയാം പൊട്ടിയാലുണ്ടാകുന്ന ദുരന്തം. ബാക്കിയുള്ളവർക്കോ പൊട്ടിക്കഴിയുമ്പോൾ അതിന്റെ ദുരന്തം ബോധ്യപ്പെടുകയുള്ളൂ. ഫിസിക്സിൽ പ്രാവീണ്യമുള്ള സയന്റിസ്റ്റിന് സൈക്കിൾ ഇമാജിൻ ചെയ്യാൻ കഴിയും, കണ്ടുപിടിക്കാൻ കഴിയും. അത് സൈക്കിൾ ചവിട്ടി കാണിച്ചാൽ മാത്രമേ ബാക്കിയുള്ളവർക്ക് അത് ബോധ്യപ്പെടുകയുള്ളൂ. കാരണം അവർക്ക് തിയറി പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. വിമാനം കണ്ടുപിടിക്കാൻ അമേരിക്കൻ ഗവൺമെന്റ് വലിയൊരു ശാസ്ത്രപടിയെ വൻ തുക കൊടുത്ത് ദൗത്യം ഏൽപ്പിച്ചു. വർഷങ്ങളോളം നീണ്ട പരീക്ഷണ ഗവേഷണങ്ങൾ നടത്തി. എന്നിട്ട് അവസാനം ഒരു വിധി എഴുതി, വായുവിനേക്കാൾ ഭാരമുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് വിമാനം ഉണ്ടാക്കി പറപ്പിക്കുക എന്നുള്ള അസാധ്യമാണ്. കനപ്പെട്ടിയുടെ റിപ്പോർട്ടിന് ശേഷം 1 വർഷത്തിനുള്ളിൽ എഞ്ചിനീയറിംഗ് ഇല്ലാത്ത റൈറ്റ് സഹോദരങ്ങൾ വിമാനം കണ്ടുപിടിച്ച് പറത്തി ലോകത്തെ വിസ്മയിപ്പിച്ചു. അപ്പോൾ ഡിഗ്രിയിലല്ല കാര്യം, വൈദഗ്ധ്യത്തിലാണ്. അത് ആർജിക്കുന്നത് ദീർഘകാലത്തെ പരീക്ഷണ ഗവേഷണങ്ങൾ കൊണ്ടാണ്. എഡിസൺ ബൾബ് കണ്ടുപിടിച്ചു. ഏതാണ്ട് 2000-ഓളം സാധനങ്ങൾ പരീക്ഷണത്തിന് വിധേയമാക്കി. അവസാനം ഫിലമെന്റ് കണ്ടെത്തിയത്. അതുവരെ എല്ലാവരും പരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. കണ്ടെത്തി കഴിഞ്ഞപ്പോൾ എല്ലാവരും ഹാപ്പിയായി. വ്യവസായികൾ ഇതിന്റെ വിപണന സാധ്യത മനസ്സിലാക്കി പ്രൊഡക്ഷൻ തുടങ്ങി. എല്ലാവർക്കും അതിന്റെ ബെനിഫിറ്റ്. ആശയ ലോകത്തിന്റെ കാര്യത്തിൽ വ്യത്യസ്തമില്ല. സൈക്കിക് പവർ വളരെ ഹയർ ലെവലുള്ള ആൾക്കാർക്ക് ജനറേഷൻ പവർ ഉണ്ട്. അത് ആശയങ്ങളാണെങ്കിലും ഉൽപ്പന്നങ്ങളാണെങ്കിലും. ഈ ആശയങ്ങളാണ് കവികളും ചിന്തകരും പുസ്തകത്തിൽ പ്രസിദ്ധീകരിക്കുന്നത്. ഇന്നിപ്പോൾ വായനയോടുള്ള ആൾക്കാരുടെ ത്വര തീരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. തകഴി എന്ന വിശ്വസാഹിത്യകാരൻ എഴുതിയ കയർ എന്ന പുസ്തകത്തിന്റെ പേജ് 2000. അന്ന് വായനക്കാരുണ്ടായിരുന്നു. DC കിഴക്കേമുറയെ പോലുള്ള പല പ്രസാധകരും ഇവരുടെ സർഗശക്തി മനസ്സിലാക്കി ഇവരെ പ്രോത്സാഹിപ്പിച്ച് പുസ്തകങ്ങൾ എഴുതിപ്പിച്ചു. അവർ പ്രസിദ്ധീകരിച്ച് ആൾക്കാർ വായിച്ച് ധാരാളം ആൾക്കാർ അതിന്റെ ഗവൺമെന്റ് കൊണ്ടു. ഇന്ന് പുസ്തകത്തിന്റെ അവസ്ഥ വളരെ ദയനീയമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മുടെ മരങ്ങാട്ടുപള്ളി സ്വദേശിയായിട്ടുള്ള SP നമ്പൂതിരി യാത്രാവിവരണത്തിൽ ധാരാളം പുസ്തകം ഇറക്കിയിട്ടുണ്ട്. വളരെ ഘനഗംഭീരമായ ആശയങ്ങളും അതിൽ ഉപരിയായിട്ടുള്ള ആശയങ്ങൾ മാത്രമല്ല അതിന്റെ അവതരണ രീതിയും. വയലാറിനെ പറ്റിയുള്ള പുസ്തകം അദ്ദേഹം എഴുതി. ആ പുസ്തകം കാണാനിടയായ ഒരു അമേരിക്കൻ മലയാളി സന്തോഷസൂചകമായി $1000 അയച്ചു കൊടുത്തു. ഒത്തിരി ആൾക്കാർ വായിച്ചിട്ടുണ്ട്. ആയിരക്കണക്കിന് ആൾക്ക് കോപ്പി അവിടെ കൊണ്ടിരുന്നു 3 മണിയാണത്തില്. എല്ലാ പുസ്തകങ്ങളുടെ അവസ്ഥ ആർക്കും ഇതുപോലെ തന്നെയാണ്. അങ്കമാലി സ്വദേശിയായ GA മാത്യു ആരോഗ്യരംഗത്ത് ഏറ്റവും ടോപ്പ് റേഞ്ചുള്ള പുസ്തകം ഇറക്കിയിട്ടുണ്ട്. എല്ലാം നോബൽ സമ്മാനം കിട്ടിയ ആൾക്കാരുടെ കണ്ടെത്തലുകളാണ്. ക്യാൻസർ ഫസ്റ്റ് പുസ്തകം ഹൃദ്രോഗത്തെ പറ്റിയുള്ളത്. അതിനുശേഷം ഏതാണ്ട് 20ഓളം പുസ്തകങ്ങൾ ഇറക്കിയിട്ടുള്ളത്. എല്ലാവരും പുസ്തകങ്ങൾ ഒത്തിരി വായിച്ചിട്ടുണ്ട്. പക്ഷെ ആശുപത്രി വളർന്നിട്ടേ ഉള്ളൂ. ഒന്ന് കുഴപ്പം എവിടെയാണ്? ആറ്റിറ്റ്യൂഡ് ഇസ് എ സ്മോൾ തിങ് വിത്ത് ബിഗ് എഫക്ട് ആൻഡ് ഇമ്പാക്ട്സ്. അപ്പോൾ രാജാവായ ഉപഭോക്താവ് ആറ്റിറ്റ്യൂഡ് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും മാവേലുന്നവര്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ.